മന്ദാന്തോളിത ഹേമകുണ്ടലമണീശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോജാഞ്ചിതം വന്ദേ നന്ദതനൂജം അംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ പാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരി ഓം. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ സാഖ്യയോഗത്തിൻ്റെ 20 വരെയുള്ള ശ്ലോകങ്ങളെ പറ്റി മനസ്സിലാക്കി. ന ജായതേ മ്രിയതേ വാ കഥാചിൻ നായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരം. അപ്പം ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു പരമാത്മാവ് തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തിനെയാണ് ഇത് പറയണത്. സാഖ്യം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രം. യോഗം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. ശാസ്ത്രം എന്താണ്? നമ്മളെ പരമാത്മാവിലേക്ക് എത്താൻ, ഒരു ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാനുള്ള ഒരു ശാസ്ത്രമാണത്, അല്ലേ? അപ്പം ആ ശാസ്ത്രം വഴി മാത്രമാണ് ഒരു ആത്മാവിന് പരമാത്മാവിൽ എത്താനും പറ്റുള്ളൂ. ശാസ്ത്രത്തിനെ, ധർമ്മത്തിനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് പരമാത്മാവിൽ എത്താൻ പറ്റൂ. അല്ലാണ്ട് ശരീരം നശിച്ചുകൊണ്ടൊന്നും ഒരാൾക്കും പരമാത്മാവിലെത്താനോ മുക്തനാവാനോ സാധ്യമല്ല എന്നാണ് എല്ലാ ഭഗവത്ഗീതയും ഭാഗവതമല്ല എല്ലാ ശാസ്ത്രങ്ങളും അതിനെയാണ് പറഞ്ഞു തരുന്നത്. ഈ ന ജായതേ മ്രിയതേ വാ കഥാചിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ആത്മാവ് ജനിക്കണില്ല, ഒരിക്കലും ആ ആത്മാവ് മരിക്കണമില്ല. കാരണം എന്താണ്? അത് പരമാത്മാവിൻ്റെ അംശമായ കാരണം കൊണ്ട്. പരമാത്മാവ് ഒരിക്കലും ജന്മം എടുക്കണില്ല, പരമാത്മാവ് ഒരിക്കലും മരിക്കണമില്ല. ദിവ്യമായ ഒരു ശരീരം സ്വീകരിക്കണു, അതിന് ദിവ്യമായ തരത്തിൽ തന്നെ അത് 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 അന്തർധാനമാവും, അല്ലേ? പ്രകടമാവുക, അന്തർധാനമാവുക. നമ്മൾ അത്രയും കേട്ടിട്ട് നമുക്കറിയുള്ളൂ. ഭഗവാന്റെ ഏതൊരു ഒരു അവതാരത്തിനെ എടുത്താലും നമുക്കറിയാം. കാരണം ഭഗവാൻ ആ ജലത്തിലേക്ക് ഇറങ്ങി പോവാണ് രാമനായപ്പോൾ. പരമശുരാമനായിട്ട് ഇന്നും ചിരഞ്ജീവിയായിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലേ? അപ്പം പ്രളയകാലത്ത് വരുമ്പോൾ ഭഗവാന്റെ ആ ധാനത്തിലേക്ക് വീണ്ടും പോവും. പിന്നെ ആ സമയം വരുമ്പോൾ വീണ്ടും പ്രകടമാകും. ശ്രീകൃഷ്ണ സമയത്ത് ഭഗവാൻ ഒരു മിന്നൽ മാതിരി ആകാശത്തേക്ക് അപ്രത്യക്ഷമായി. ദേവന്മാർക്ക്, ബ്രഹ്മാവിന് വരെ ഭഗവാൻ ഏതിയെ പോയി എന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് യഥാർത്ഥത. അല്ലാണ്ട് ഭഗവാന്റെ ഒരു ബോഡിയൊന്നും അവിടെ കിടക്കണുണ്ടായിരുന്നില്ല. അപ്പം ഈ പരമാത്മാവിൻ്റെ അംശമായ കാരണം കൊണ്ട് ആത്മാവ് ജനിച്ചിട്ടില്ല. ഇതിന് ഭാവിയിൽ ഒരു മരണവും ഉണ്ടാവില്ല. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പ്രാചീനനുമാണ് ഈ ആത്മാവ്. അത് കാരണം ശരീരത്തിന് പരിണാമം വന്നുകൊണ്ടേയിരിക്കും. ഇത് ആദ്യം പ്രകടമാവണു, അല്ലെങ്കിൽ അതിനൊരു ഉൽപ്പത്തി ഉണ്ടാവണു, പിന്നെ അതിനൊരു ജന്മം ഉണ്ടാവണു, പിന്നെ അതിന് ഒരു വൃദ്ധി ഉണ്ടാവണു, അത് വളർന്നു വരണു. അതെന്ത് ശരീരമായിക്കോട്ടെ, വൃക്ഷലതാദികളായിക്കോട്ടെ, അല്ല തിര്യക്കുകൾ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, അതേമാതിരി തന്നെ അതിൻ്റെ പ്രത്യുൽപാദനം അഥവാ അതിൻ്റെ വംശവൃദ്ധി ചെയ്യണു. അതേമാതിരി അത് ക്ഷയിക്കാൻ തുടങ്ങും, ക്ഷരമാവും, പിന്നെ അതിന് നാശം വരുന്നു. അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ അത് ഗർഭത്തിൽ വരും, അല്ലെങ്കിൽ ഒരു ചെടിയാണെങ്കിൽ വിത്തിൻ്റെ ഉള്ളിൽ വരണു. അത് കഴിഞ്ഞിട്ട് അതിന് പല പല പരിണാമങ്ങളും വരണു, അല്ലേ? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ജനിക്കണു, ബാല്യമാവണു, കൗമാരമാവണു, യൗവനമാവണു, അത് കഴിഞ്ഞിട്ട് അത് വൃദ്ധനാവണു, അല്ലെങ്കിൽ മരങ്ങളാണെങ്കിലും വൃദ്ധമാവണല്ലോ, അല്ലേ? ഇല്ലേ? അപ്പം അതുമാതിരി അത് ഒരു ദിവസം നശിച്ചും പോണു. അത് കാരണം ഇത് പരമപുരുഷൻ്റെ സൂക്ഷ്മ അണുപ്രായമായിട്ടുള്ള ആയിട്ടുള്ളതാണ്. നമ്മൾ പറയണ്ടായി, അല്ലേ? ഈ ഒരു മുടിത്തുമ്പിൻ്റെ ഒരു ഏറ്റവും തുമ്പ് 10,000 ഭാഗമാക്കിയാൽ എത്രയാണ് ഉണ്ടാവുക? അത്ര അണുപ്രായം. അതിനെ അണു എന്നും പറയാൻ പറ്റുമോ? സംശയമാണ്. അത്രയാണത്രേ ഒരു ആത്മാവിൻ്റെ ആകാരം, വലിപ്പം. ആ ആത്മാവാണ് ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിന് സമമായിട്ട് അത് ആനയുടെ ഉള്ളിലായിക്കോട്ടെ, തിമിംഗലത്തിൻ്റെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇറുമ്പിൻ്റെ ഉള്ളിലായിക്കോട്ടെ, അത് അത്ര തന്നെ ആത്മാവ് സമമാണ് എല്ലാവരിലും. എന്നിട്ട് അത് ഹൃദയ ഗുഹ എന്നാണ് പറയുന്നത് ചെയ്യും.
ഭാഗവതം പലയിടത്തും പറഞ്ഞിട്ട് ഹൃദയ ഗുഹയിലിരിക്കുന്നത് അല്ലേ. അപ്പം അവിടെ ഇരുന്നിട്ട് അതിനെ പ്രവർത്തിപ്പിക്കണു. അപ്പം അത് പ്രവർത്തിക്കുമ്പോൾ മറ്റെല്ലാം പ്രവർത്തിക്കണു. അങ്ങനെ അതിൽ നിന്ന് എപ്പോഴേലും വലുതാവുന്നുണ്ടോ ചെറുതാവുന്നുണ്ടോ ഇല്ല. ശരീരത്തിന് ഉൽപ്പത്തിൻ്റെ അതിന് നാശം വരെ വരുന്നു. പക്ഷേ ഈ ആത്മാവിന് ഒരിക്കലും അതിൻ്റെ ആ പരിണാമങ്ങൾ അതിന് സംഭവിക്കണില്ല എന്നാണ് നമ്മൾ പറയണത്. അപ്പം ഇതിനെ ഹൃദയ ഗുഹയിൽ ആരാ വസിക്കണത്? ഭാഗവതവും പറയേണ്ട അതിൽ അഭിജ്ഞാതൻ്റെ ഒരു കഥ ഉണ്ട് അല്ലേ. അതേമാതിരി ഇവിടെ ഭഗവത്ഗീതയിലും 2 ആത്മാക്കളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഒരാൾ മറ്റേ ആൾക്ക് എനർജി പകർന്നുകൊണ്ട് കൊടുക്കുക, ശക്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ആത്മാവ് ആരാണ്? പരമാത്മാവ് സ്വയമാണ്. പരമാത്മാവ് സ്വയം ഈ ജീവാത്മാവിന് ശക്തി പകരാൻ എങ്ങനെയാണ്? ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ 2 പക്ഷികൾ ഇരിക്കുന്നിട്ട് അത് ഒരു പക്ഷി അതിൻ്റെ ബഹിർമുഖനാണത്. ബാഹ്യമായിട്ടുള്ള ആ വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അത് തൽപരനാണ്. പക്ഷെ ഒരു പക്ഷിക്ക് അത് ധ്യാനസ്ഥനാണ്. അത് ഒന്നും വിഷയങ്ങളെ അത് ഇച്ഛ ചെയ്യണില്ല, ഇഷ്ടപ്പെടുന്നില്ല. അത് ആ പക്ഷി അത് ധ്യാനസ്ഥനാണ്. അതെന്താ? ധ്യാനത്തോടു കൂടെയാണ് ഈ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള പക്ഷിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ ഇച്ഛകളെ വിഷയങ്ങളിലേക്കുള്ള ഇച്ഛകളെ പൂർത്തിയാക്കി കൊടുക്കാനുള്ള ശക്തി കിട്ടുന്നത് ഈ അഭിജ്ഞാതൻ എന്ന് നമ്മൾ ഭാഗവതത്തിലൊരു കഥ കേൾക്കാറുണ്ട് അല്ലേ. അതിന് ഇവിടെ ഒരു പക്ഷിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഓരോ കഥകളാണ് ഈ ഉപനിഷത്തുക്കളിൽ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എന്ന് പറഞ്ഞാൽ അടുത്തിരുന്നിട്ട്, ഗുരുവിൻ്റെ അടുത്തിരുന്നിട്ട് ശിഷ്യന്മാർ കേട്ട് പഠിച്ചതിനെ അത്ര ഉപനിഷത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിലത്തെ ഓരോ കഥകൾ ആയിട്ടാണ് ഈ ഗുരു ശിഷ്യന്മാർക്കിത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഇനി 21ാമത്തെ ശ്ലോകം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. അപ്പം ഭഗവാൻ തുടർന്നിട്ട് പറയാണ്, അല്ലയോ പാർത്ഥ, പാർത്ഥ പ്രഥകപുത്രനായിട്ടുള്ള അല്ലയോ പാർത്ഥ, ഈ ആത്മാവ് നിത്യനാണ്, നാശമില്ലാത്തവനാണ്, അജനാണ്. അവിനാശിനം. വേദ അവിനാശിനം. വേദ എന്ന് പറഞ്ഞാൽ അറിയേ. ഹേ പാർത്ഥ, നീ ഇതറിയേ. എന്തറിയേ? നീ പുരുഷവ്യാഘ്രമാണ്, നീ സാധാരണക്കാരനല്ല. അപ്പോൾ നിനക്കിത് അറിവുണ്ടായേ പറ്റുള്ളൂ. നീ ഇതിനെ അറിയ. വേദ എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നർത്ഥമാണ്. അറിയ എന്ത്? അവിനാശിനം. ഇത് അവിനാശിയാണ്. ഈ ആത്മാവിന് യാതൊരു നാശമോ അല്ലെങ്കിൽ ഒരു ക്ഷയമോ വരണതല്ല. ഇത് നിത്യനാണ്, എന്നുള്ളതാണ്. നമ്മൾ രണ്ടുപേരും എന്നും ഉണ്ടായിരുന്നില്ലേ എന്നാ ചോദിക്കണത്. നിത്യനാണ് ഇത്. ശരീരങ്ങൾ മാത്രം പരിണാമപ്പെടുന്നു, ആത്മാവിന് യാതൊരു പരിണാമവും വരുന്നില്ല. നിത്യം ഏനം അജം അവ്യയം. ഇത് അജമാണ്, അവ്യയമാണ്. ഭഗവാൻ എടുത്തെടുത്ത് വീണ്ടും 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 പറയണം. എന്തിനാ ഭഗവാൻ അങ്ങനെ വീണ്ടും വീണ്ടും പറയണത്? ഒരു പ്രാവശ്യം പറഞ്ഞങ്ങോട്ട് നിർത്തിക്കൂടെ? നമ്മൾ സാധാരണ കുട്ടികളുടെ അടുത്ത് തന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് പറയും അല്ലേ കുട്ടികൾ, സാധാരണ കുട്ടികൾ. പക്ഷെ ഇവിടെ ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അർജുനന് യാതൊരു വൈഷമ്യവും. ഭഗവാൻ എനിക്ക് മനസ്സിലായി എന്ന് പറയണില്ല. കാരണം ശിഷ്യനായി. ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്ന. ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രപന്നനായി, അങ്ങോട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു ഭഗവാന്. അപ്പം ആ ഭഗവാന് ഒരു ഉത്തരവാദിത്തമുണ്ട്. എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കണം. അർജുനൻ്റെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കണം. പൂർണ്ണമായിട്ട് ഇനി ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഭഗവാൻ ആ അർജുനനെ കൂടുതൽ ആ ജ്ഞാനം ഉള്ളിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, ഇത് നിത്യനാണ്, അജനാണ്, ഇതിനൊരു ഒന്നും പറ്റില്ല, ആപത്തെന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞ് വീണ്ടും. കാരണം ഭഗവാന് തൻ്റെ മിത്രത്തിനോട്, തൻ്റെ ശിഷ്യനോട്, അല്ലെങ്കിൽ ആ 2 സ്നേഹം ഇവിടെ കൂടുതൽ എടുത്ത് കാണിക്കണം ഭഗവാൻ. എന്ന് പറഞ്ഞാൽ സാന്ത്വനിപ്പിക്കണോണ്ട് ശിക്ഷിക്കുന്നു. ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അല്പം ശകാരിക്കണ മാതിരിയും ഭഗവാൻ ആദ്യം പറയണ്ടായി. അപ്പം തൻ്റെ ആ
ആശ്രിതനെ ഇത് പറഞ്ഞ് നന്നായി മനസ്സിലാക്കിക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടെയാണ് ഭഗവാൻ പറയണത്. അവിനാശിയാണ് ഇവൻ. ഈ ആര്? ഈ ആത്മാവ് അവിനാശിയാണ്. ഇവന് നാശല്യ, നിത്യനാണ്, ജനനരഹിതനാണ്, അവ്യയനുമാണ്. ഇത് ക്ഷീണിക്ക് മനുഷ്യൻ്റെ ശരീരം അല്ലെങ്കിൽ മൃഗങ്ങളുടെ എന്തിൻ്റെ ശരീരം അല്ലേ, ആ ശരീരം ക്ഷീണിക്കണു അല്ലെങ്കിൽ അത് കൂടുതൽ പുഷ്ടമാവണം. പക്ഷെ ആത്മാവ് പുഷ്ടമാവണമില്ല, ക്ഷീണിക്കണമില്ല, അത് സമമായിട്ട് തന്നെ എന്നിരിക്കും. ആ പനി പിടിക്കുന്നതിൻ്റെ മുമ്പ് ചിലപ്പോൾ കൂടുതൽ വണ്ണം ഉണ്ടാവും ശരീരം, പക്ഷെ ആത്മാവ് എത്രയായിരുന്നു അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇനി പനി പിടിച്ച് ഒരുപാട് ക്ഷീണിച്ചു ശരീരം, അപ്പോഴും ആത്മാവ് അത്ര തന്നെ കാണും, ശരീരം ചിലപ്പോൾ വളരെയധികം ശോഷിച്ചിട്ടുണ്ടാവും. ഇത് ആത്മാവിന് ഒട്ടും ഈ പനി ബാധകമല്ല. അതറിയണം നീയെ. സപുരുഷ ആ പുരുഷൻ, പുരത്തിൽ വസിക്കുന്നവൻ, ഇവിടെ പുരത്തിൽ വസിക്കുന്നവൻ, ആ പുരത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര ഗുഹയിൽ വസിക്കണ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് അല്ലയോ പാർത്ഥ, കം കഥം ഘാതയതി, ആരെ കൊല്ലിക്കണു, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊല്ലിക്കണു. കൊല്ലിക്കാൻ സാധ്യമല്ല, അത് കൊല്ലിക്കണില്ല, അത് സ്വയം മരിക്കണമില്ല, അതിന് കൊല്ലാനും സാധ്യമല്ല, കൊല്ലിക്കാനും അതിന് സാധ്യമല്ല. അപ്പം നീ അതിനെ പറ്റിയിട്ട് അധികം വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ സാരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനമുണ്ട്. യുദ്ധത്തിനും അതിൻ്റേതായ പ്രയോജനമുണ്ട്. ധർമ്മം നിലനിർത്തണമെങ്കിൽ ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും. ഒരു ശാന്തി കൊണ്ടുവരാൻ ക്രാന്തിയുടെ ആവശ്യമുണ്ടാവും. എപ്പോഴും ശാന്തി ഇരിക്കുമ്പോൾ സമുദായത്തിൽ ചില ക്രാന്തികൾ കൊണ്ടുവന്നാൽ ശാന്തി ഒന്നും കൂടി എപ്പോഴേലും സമുദായത്തിൽ ഒരു ശാന്തി കാണാറുണ്ട്. ചിലപ്പോൾ അശാന്തി വർദ്ധിക്കുമ്പോൾ ഒരു ക്രാന്തി വരുമ്പോൾ പിന്നെ തന്നെ ശാന്തിയാവും അല്ലേ. അപ്പം ശരിയായിട്ടുള്ള പ്രയോജനം ഉണ്ടാവാത്ത വിധം വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്. യുദ്ധം എപ്പോൾ വേണം, എങ്ങനെ വേണം എന്ന് ആ വിവേകത്തോടു കൂടെ വേണം ചിന്തിക്കാൻ. പൂർണ്ണജ്ഞാനമുള്ള ഒരാൾക്ക് ആ കാര്യം അറിയുകയും ചെയ്യാം. അത് കാരണം കൊണ്ടാണ് എപ്പോഴും ഭരണാധികാരികൾ വിവേകമുള്ളവരാവണം എന്ന് പറയണം. അല്ലെങ്കിൽ എടുത്ത് ചാടിയിട്ട് യുദ്ധത്തിനൊക്കെ പുറപ്പെടും, പക്ഷേ പിന്നെ അത് എവിടെ ചെന്ന് ചാടും. അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരാൾ വന്നിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിലും അതിന് പേടിച്ചിട്ട് ഭീരുവായിട്ടിരിക്കും, പോവില്ല. ഇത് രണ്ടും വിവേകത്തിൻ്റെ ലക്ഷണമല്ല. ഹിംസ കൊണ്ടും പ്രയോജനമുണ്ട് അല്ലേ. യുദ്ധം ഹിംസയാണ്, അതുകൊണ്ടും ചിലപ്പോൾ പ്രയോജനമുണ്ട്. അതല്ലാണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലും ചിലപ്പോൾ ഒക്കെ അഹിംസ പരമോ ധർമ്മമാണ് എങ്കിലും ചിലപ്പോൾ ഹിംസയും ഒരു ഉപകാരമാവാറുണ്ട്, ഒരു പ്രയോജനമാവാറുണ്ട്. എവിടെ? അത് ചിലപ്പോൾ വലിയ ഒരു കൊലയാളിയോ അന്യനെ കണ്ടമാനം ദ്രോഹിക്കണ ഒരു വ്യക്തിയാവും, ആ അനേകം ആൾക്കാരെ ജീവനെ എടുത്ത ഒരു വ്യക്തിയാവും. അവൻ സമുദായത്തിന് വലിയൊരു ഉപദ്രവമാണ്. ആ വ്യക്തിയെ ചിലപ്പോൾ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജിക്ക് വിധിക്കേണ്ടി വരും. അപ്പം അവിടെ എന്താണ്? സമുദായത്തിൻ്റെ നന്മയാണ്. ഒരു വ്യക്തിയെ തൂക്കിക്കൊന്നാൽ ആ സമുദായത്തിന് വലിയ ഒരു ലാഭവും, സമുദായത്തിന് സുരക്ഷിതത്വം കിട്ടും. അപ്പം അത് കാരണം ഇവിടെ ആ ഹിംസ ദോഷമല്ല. എങ്ങനെ ആ ഹിംസയെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് വിവേകമുള്ള ഒരു വ്യക്തി തീരുമാനിക്കേണ്ടത്. അതേമാതിരി തന്നെ യുദ്ധം നടക്കുമ്പോൾ തൻ്റെ ശത്രുപക്ഷത്തുള്ള അനേകം ഒരു സൈനികരെ ഒരു സൈനികന് വധിക്കേണ്ടി വരണം, എൻ്റെ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെയും ആ ഹിംസ ഉപകാരമാണ്, നല്ല പ്രയോജനമാണ്. അപ്പം അതിനെയും ഒരു ഹിംസ എന്ന് പറയാൻ നിവൃത്തിയില്ല. അത് സമുദായത്തിന് ഉപകാരം ചെയ്യണതാണ്. അതിൻ്റെ ഫലവും ജഡ്ജിക്ക് അനുഭവിക്കേണ്ടി വരുമോ? അനുഭവിക്കേണ്ടി വരില്ല. സൈനികന് അനുഭവിക്കേണ്ടി വരുമോ? സൈനികനും അനുഭവിക്കേണ്ടി വരില്ല. കാരണം അവരവരുടെ ആ ഉത്തരവാദിത്വത്തിനെ, അവരുടെ കർത്തവ്യത്തിനെ അത് അനുസരിച്ചു, അത്രയേ ഉള്ളൂ. അതേ ജഡ്ജി ഒരു കാരണം കൂടാതെ വേറൊരു വ്യക്തിയെ ദ്രോഹിക്കുകയാണെങ്കിലോ ആ ജഡ്ജിക്ക് സ്വയം ജയിലിൽ പോകേണ്ടി വരും. ഒരു സൈനികനും തന്നെ യുദ്ധമല്ലാത്തൊരു സമയത്ത് ഒരു വ്യക്തിയെ വെടിവെച്ചിട്ടുണ്ടെങ്കിലോ കോർട്ട് മാർഷലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ തൂക്കിക്കൊന്നൊന്നും വരും. അപ്പം അത് എവിടെ ഉപയോഗിക്കണം, എന്ത് കാര്യത്തിനെയും എന്ത് ഒരു വസ്തുതയെ എവിടെ അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ആലോചിച്ച് ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ പറയണത്. വാസാസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി
തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. നരയഥാ ജീർണാനി വാസാനി വിഹായ. നരന്മാര് എപ്രകാരമാണോ ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നത്, അതേമാതിരി നവാനി ഗൃണ്ണാതി നരോപരാണി. ഇപ്പൊ നരന്മാര് നവാനി ഗൃണ്ണാനി പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കണു, പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിക്കണു, എന്നിട്ട് പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കണു. അതുമാതിരി തന്നെയാണ് ഈ ആത്മാവും. അത് ജീർണിക്കണ ശരീരങ്ങളെ ഉപേക്ഷിക്കണു. തഥാ ശരീരാണി വിഹായ ജീർണാനി. ഈ ജീർണിച്ച ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് അന്യാനി സംയാതി നവാനി ദേഹി. ആ ആത്മാവ് നവം ആയിട്ടുള്ള ശരീരങ്ങളെ പിന്നീട് അത് സ്വീകരിക്കണു. എപ്രകാരമാണോ മനുഷ്യര് ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നത്, അതേമാതിരി ഈ ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തിനെ ആ ആത്മാവ് സ്വീകരിക്കണം. പക്ഷേ മനുഷ്യന് അവനവൻ്റെ വസ്ത്രങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള, എല്ലായിടത്തും അതിനുള്ള ഇഷ്ടത്തിനുള്ള വസ്ത്രം മേടിക്കാനുള്ള കഴിവുണ്ടോ എന്നും കൂടി നോക്കണം, അല്ലേ? അതേമാതിരി തന്നെ ആത്മാവിനും. അപ്പോൾ ഒരു മനുഷ്യന് അവനവൻ്റെ പേഴ്സിൽ ചുരുങ്ങിയ കുറച്ച് പൈസയുള്ളൂ, കുറച്ച് റുപ്യയുള്ളൂ വെച്ചാൽ എങ്ങനെ ഒരു കടയിൽ പോയിട്ട് വളരെ വില കൂടിയ ഒരു വസ്ത്രം മേടിക്കാൻ സാധ്യമാവില്ല, അല്ലേ? അതേമാതിരി തന്നെയാണ് ഈ ആത്മാവിന്. ആത്മാവ് ശരി വസ്ത്രം മാറാം, പക്ഷെ തൻ്റെ കയ്യിലിരിക്കണ എന്ത് നമ്മുടെ ലാഭമുണ്ട്, നമ്മുടെ എന്താണ് നമ്മൾ സമ്പാദ്യം, പുണ്യങ്ങളുടെ സമ്പാദ്യം ഉണ്ടോ, അത് കൂടുതലുണ്ടോ എന്നാൽ ഒരു മനുഷ്യ ശരീരം കിട്ടും. അല്ല നമ്മുടെ സമ്പാദ്യം കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല, പാപങ്ങളാണെങ്കിലോ പാപത്തിൻ്റെ സമ്പാദ്യം എന്താവും? പാപത്തിൻ്റെ സമ്പാദ്യം ഒന്നുകിൽ ഈ വൃക്ഷലതാദികളായിട്ടുള്ള ശരീരം നിർബന്ധമായിട്ട് അതന്നെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പശുപക്ഷികളായിട്ടുള്ള ശരീരം എടുക്കേണ്ടി വരും. മനുഷ്യ ശരീരം കിട്ടില്ല. ദുർലഭോ മാനുഷോ ദേഹേ എന്നാ പറയുന്നത്. വളരെ ദുർലഭമാണ് ഈ മനുഷ്യ ശരീരം കിട്ടുക. ആ മനുഷ്യ ശരീരം കിട്ടിയിട്ട് നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ മനുഷ്യ ശരീരം കൊണ്ട് എന്ത് കർമ്മങ്ങൾ ചെയ്യണം, നല്ലത് ചെയ്യാൻ താല്പര്യമുണ്ടോ ചെയ്യും, നല്ലതാണ്. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ മനുഷ്യ ശരീരം പോലും കിട്ടില്ല. അപ്പോൾ ഭഗവാൻ വളരെ ലൗകികം സാധാരണക്കാരുടെ ഭാഷയിൽ ഭഗവാൻ പറയാണ് ഈ അർജുനന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എപ്രകാരമാണോ പഴയ ഉടുപ്പുകളെ മാറ്റിയിട്ട് ഒരു മനുഷ്യൻ പുതിയ ഉടുപ്പുകളെ ധരിക്കുന്നത്, അതേമാതിരി ഈ ജീർണിച്ച് വൃദ്ധരായിട്ട് ജരാനര വന്നിട്ടുള്ള ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് നല്ല പുതിയ ഭൗതിക ശരീരങ്ങൾ ആ ദേഹി അഥവാ ആത്മാവ് സ്വീകരിക്കുകയാണ്. അതിന് നീ എന്തിനാ വിഷമിക്കേണ്ട കാര്യം? ഇവിടെ നിൻ്റെ ആ പിതാമഹനായിക്കോട്ടെ ഗുരു ആയിക്കോട്ടെ എല്ലാവരും വൃദ്ധരായി കഴിഞ്ഞു, ഒരു ശരീരമൊക്കെ നര വന്നു കഴിഞ്ഞു. ഇനി എന്നല്ലെങ്കിൽ നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ ശരീരം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം അത് കാരണം നീ വെറും ഒരു കാരണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നിനക്ക് യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യമാണ് അർജുന എന്നാണ് ഭഗവാൻ പറയണത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ഈ ആത്മാവ് എപ്രകാരമുള്ളതാണ്? ഈ ആത്മാവിനെ നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങളെ കൊണ്ട് ആയുധങ്ങളെ കൊണ്ട് ഇതിനെ ഛേദിക്കാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല. പിന്നെ നൈനം ദഹതി പാവക, അഗ്നിയിൽ നിന്ന് അതിനെ കത്തിക്കാൻ പറ്റുമോ? ഇതിനെ അഗ്നിയിൽ കത്തിക്കാനും പറ്റില്ല. ശരീരത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുക അല്ലേ? ഒരു ആയുധം എടുത്തിട്ട് ശരീരത്തിനെ മുറിക്കാം, കഷ്ണമാക്കിയിട്ട് മുറിക്കാം. അതേമാതിരി ശരീരത്തിനെ ആ തീയിലിട്ടുണ്ടെങ്കിൽ അത് കത്തി ചാമ്പലായി പോവും. നൈനം ക്ലേദ അന്ത്യാപോ. ആപ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ജലം. ഇപ്പൊ ജലത്തിൽ ഇതിനെ നനയ്ക്കാൻ പറ്റില്ല. എന്തിനാ? ആത്മാവിന്. ശരീരത്തിനെ നനയ്ക്കാലോ അല്ലേ? നനച്ചിട്ട് വേണമെങ്കിൽ അത് ഒരു ദിവസം അഴുകി അത് പോവുകയും ചെയ്യും. പക്ഷേ ഈ ആത്മാവിനെ ജലത്തിന് തീരെ നനയ്ക്കാൻ, ഈ ആത്മാവിനെ നനയ്ക്കാനുള്ള കഴിവ് ജലത്തിൻ്റെ ഇല്ല. ആത്മാവിനെ നനയ്ക്കാനുള്ള കഴിവ്
പിന്നെ കാരണം നമ്മുടെ ഈ ശരീരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങളാണ്. അപ്പം ആ പഞ്ചഭൂതങ്ങൾക്ക് ഈ ശരീരത്തിനെ ജീർണിപ്പിക്കാനോ നശിപ്പിക്കാനോ ഉള്ള കഴിവുണ്ട്. പക്ഷേ ഈ ആത്മാവും ഈ പഞ്ചഭൂതങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കാരണം പഞ്ചഭൂതങ്ങൾക്ക് ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനെ നനയ്ക്കാനോ ഉണക്കാനോ ന ശോഷയതി മാരുത, കാറ്റിന് ഇതിനെ ഉണക്കാനോ ശോഷിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയണത്. ഇതെടുത്തിട്ട് ആ ആത്മാവിനെ മുറിക്കാന്ന് വെച്ചാൽ മുറിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഈ ഓണ അമ്പുകളൊന്നും ഇത് പിതാമഹൻ്റെ ശരീരത്തിനെ തുളയ്ക്കുന്നല്ലാതെ ആത്മാവിനെ വ്രണമാക്കാൻ സാധ്യമല്ല, ഗുരുവിനെ ഒന്നും ദ്രോഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ നീ ഈ ശരീരം എന്തായാലും നഷ്ടപ്പെടണമാണ്, അതിനെ വെച്ചിട്ട് നീ ഇത്ര അധികം ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയണത്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യേവ ച നിത്യ സർവഗതസ്ഥാണുർ അചലോയം സനാതന. അയം അച്ഛേദ്യ, അയം എന്ന് പറഞ്ഞാൽ ഇവൻ. ആരാണ് ഇവൻ? ഈ ആത്മാവ്. ഈ ആത്മാവ് അച്ഛേദ്യനാണ്, ഇവനെ ഛേദിക്കാൻ പറ്റില്ല, മുറിച്ച് കഷ്ണമാക്കാൻ പറ്റില്ല. അയമദാഹ്യ, ഇവനെ ദഹിപ്പിക്കാൻ പറ്റില്ല, കത്തിക്കാൻ പറ്റില്ല. പിന്നെ അക്ലേദ്യ, എന്നാൽ ലയിപ്പിക്കാൻ പറ്റും. ശരീരത്തിനെ ലയിപ്പിക്കാൻ പറ്റും. ഒരു ദിവസം വെള്ളത്തിൽ തന്നെ ഒരു പുഴയിൽ കിടക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ആ ശരീരം കണ്ടു എന്ന് വരും അല്ലേ? സമുദ്രത്തിലായിക്കോട്ടെ, ജലത്തിലായിക്കോട്ടെ, പുഴയിലായിക്കോട്ടെ, ഏതിൻ്റെ ജലത്തിൽ വേണമെങ്കിൽ ആവാം. പക്ഷെ കുറച്ച് ദിവസം ഒരു പക്ഷേ കണ്ടു എന്ന് വരും. അത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവും, ആ ജലത്തിൽ ലയിച്ചു പോകും. അത് മനുഷ്യൻ്റെ വേണമെന്നില്ല, മൃഗങ്ങളുടെ എന്തിൻ്റെ ആയാലും അല്ലേ? ആ ശോഷിച്ച ഇതിനെ ഉണക്കാൻ സാധ്യമല്ല. വേറെ എന്തെങ്കിലും ശരീരത്തിന് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഈ ജീവജാലങ്ങളുടെയൊക്കെ ശരീരം കിടക്കുന്നുണ്ടെങ്കിൽ 2-3 ദിവസം അത് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ പോകണമെന്ന് അറിയും കൂടിയില്ലേ അല്ലേ? അത് ആ മണ്ണായിലായിട്ട് അങ്ങോട്ട് തീർന്നു പോകും. പക്ഷേ ആത്മാവിനൊന്നും സംഭവിക്കില്ല. എന്നാ ഈ ഉണക്കാനോ എന്തിനാലും കാറ്റിന് സാധിക്കുമോ? സാധിക്കില്ല. അയം നിത്യ സർവഗത എന്നാ പറയണ ഭഗവാൻ. സ്ഥാണു, അയം ഇവൻ നിത്യനാണ്, എന്നും ഉള്ളവനാണ്. സർവഗത, എല്ലായിടത്തും സാധിക്കും, അവന് യാത്ര ചെയ്യാനും സാധിക്കും. സർവഗത, എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് ഭൂമിയിൽ ഇവിടെ തന്നെ ഈ ഭാരതത്തിൽ തന്നെ ജന്മം കിട്ടുന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആഫ്രിക്കയിൽ പോവാം, അമേരിക്കയിൽ പോവാം, പാകിസ്ഥാനിൽ പോവാം, വേറെ എവിടെ വേണമെങ്കിൽ പോകും. എവിടെ വേണമെങ്കിൽ നമ്മുടെ ഈ ആത്മാവിന് ഇഷ്ടപ്രകാരം പോവാൻ സാധിക്കും. അപ്പം ആ ആത്മാവ് സർവത്ര ഗമിക്കുന്നവനാണ്. സ്ഥാണു അചല സനാതന, സ്ഥാണുവാണ് ഇവൻ. സ്ഥാണു എന്ന് പറഞ്ഞത് എന്താണ്? സ്ഥിര സ്വഭാവം. സ്വഭാവം മാറ്റുന്ന ഇല്ല, മനസ്സിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അല്ലേ? മനസ്സിൻ്റെ സ്വഭാവം മാറും. ഇന്നൊരു സ്വഭാവമാണെങ്കിൽ നാളെ ഒരു സ്വഭാവമാവും. ശരീരത്തിൻ്റെ മാറ്റം വരും. അല്ല, അതിനെല്ലാം പരിണാമത്തിന് അധീനപ്പെട്ടവരാണ് ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം. പക്ഷേ ഈ ആത്മാവ് ഇതിനൊന്നും അധീനമല്ല, ഇതിലൊക്കെ അതീതമാണ്. അചലനാണ്, സനാതനനാണ്. അചലൻ എന്ന് പറഞ്ഞാൽ ചാഞ്ചല്യമില്ല, അവന് ഒരിക്കലും ചലിക്കില്ല. ഒന്നിൽ എന്താണോ സ്വഭാവം അതിൽ തന്നെ നിൽക്കും എന്നും. നിശ്ചഞ്ചലൻ, നിഷ്കമ്പേ നിത്യപൂർണേ, ഭഗവാനെ പറയാറില്ലേ നാരായണീയത്തിൽ? അതുതന്നെയാണ് ഈ ആത്മാവിൻ്റെ സ്വഭാവം. നിഷ്കമ്പനാണ്, നിത്യപൂർണനാണ്. പക്ഷെ ഇവിടെ പൂർണ്ണത ഇല്ല. കാരണം പരമാത്മാവ് മാത്രമേ പൂർണ്ണത ഉള്ളൂ. ഇത് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. സ്വഭാവം ഇല്ലാതാണെങ്കിലും പൂർണ്ണനല്ല. കാരണം ഈ ശരീരത്തിനെ അതിൻ്റെ അടിമേൽ ആക്കാൻ, അതിന് നടത്തുന്ന കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു ആത്മാവിന് ആ ആത്മാവ് ഏത് ശരീരത്തിലാണോ വസിക്കുന്നത് ആ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ പുറത്ത് ഒരു കാര്യങ്ങൾക്കും അതിന് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ പരമാത്മാവ് അങ്ങനെയല്ല. ഈ ബ്രഹ്മാണ്ടം മുഴുവനെ ചലിപ്പിക്കാൻ, അങ്ങനെ അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടത്ര. ഇതിനെയൊക്കെ ചലിപ്പിക്കാൻ, ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് പരമാത്മാവിനുണ്ട്. അത് കാരണം സ്വഭാവം ഒന്നാണെങ്കിലും ശക്തി കഴിവ് ഒന്നല്ല. അപ്പം ആ സനാതനനുമാണ്, ഇത് എന്നും നിലനിൽക്കുന്നതാണ്. നിത്യനാണ്, സനാതനനുമാണ്, ഒരിക്കലും നാശമില്ലാത്തവനാണ് ഈ ജീവാത്മാവ്. ഇപ്പം ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർത്താനോ ഉണക്കാനോ ഒന്നും ഈ പഞ്ചഭൂതങ്ങൾക്ക് സാധ്യമല്ല. ശാശ്വതനും എല്ലായിടത്തും ഗമിക്കാൻ കഴിവുള്ളവനുമാണ്.
പരിണാമങ്ങൾക്ക് അതീതനാണ്, ചഞ്ചലനാണ്, നിത്യനാണ് ഈ ആത്മാവ്. ചാഞ്ചല്യവും പരിണാമവും നശ്വരതയും എല്ലാം എന്തിനാണ്? ഈ ശരീരത്തിനും മനസ്സിനും മാത്രമുള്ള വികാരങ്ങളാണ്. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ, ചേഞ്ചുകളാണ്. പരമാത്മാവിൻ്റെ അംശമാകയാൽ ആത്മാവ് നിശ്ചിന്തനുമാണ്, നിശ്ചലനുമാണ്, സ്ഥിരനാണ്. വികാരങ്ങൾ അഥവാ പരിണാമങ്ങൾ അതിനടുത്തേക്ക് വരില്ല. അവ്യക്തോയമചിന്യോയം അവികാരോയമുച്യതേ തസ്മാത് ഏവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അയം അവ്യക്ത, ഈ ആത്മാവ് അവ്യക്തനാണ്. ആത്മാവിനെ കാണാൻ ആരൊക്കെ സാധിക്കും? ഇലക്ട്രിസിറ്റി കാണാൻ ആർക്കും പറ്റില്ല അല്ലേ? പക്ഷെ അതിനെ ചെന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. അതേമാതിരി തന്നെയാണ് അവ്യക്തനാണ് ഈ ആത്മാവ്. ഒരു മനുഷ്യൻ അതുവരെ പ്രവർത്തിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, നടക്കുന്നുണ്ടായിരുന്നു, ഇരിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ പെട്ടെന്ന് ആ വ്യക്തി നിശ്ചലനാവണം. വ്യക്തിയുടെ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ ഒന്നും ചലിക്കണില്ല. കാരണം എന്ത്? അതിന്ന് ആരോ ആ ശരീരത്തിനെ വിട്ടിട്ട് പുറത്തു പോയി. അപ്പം അദൃശ്യനാണെങ്കിലും അത് ചലിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ചലിക്കണില്ല. അപ്പം അവ്യക്തനായിട്ടുള്ള അദൃശ്യനായിട്ടുള്ള ആത്മാവ് ആ ശരീരത്തിനെ ത്യജിച്ചു. അവിടെ നമുക്ക് മനസ്സിലാക്കാം, എന്തോ ശക്തി ഈ ശരീരത്തിനെ വിട്ടുപോയി. അചിന്യനാണ്. എന്നാൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും ആർക്കെങ്കിലും ഈ ആത്മാവ് എങ്ങനെയാണ്? ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഇത്ര ഉണ്ട് അത്ര ഉണ്ട് എന്നുള്ളതൊക്കെ ഓരോ ഋഷിമാര്, സാധാരണക്കാരല്ല, ഓരോ ഋഷിമാർ അവരുടെ ധ്യാനത്തിൽ അവർക്ക് മനസ്സിലായതാണ്. അവരുടെ ആ മനസ്സിൽ തെളിഞ്ഞു വന്നാണ് ഇതിൻ്റെ വലിപ്പം ഇത്രയാണ് എന്ന്. പക്ഷെ എന്നാൽ അങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റൂ? അങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അചിന്യനാണ്, ചിന്തകൾക്ക് പുറമേ ഉള്ളതാണ്. പരമാത്മാവിനെ നമ്മൾ പലതരത്തിലും വർണ്ണിക്കണം. എന്നിട്ടും വേദം പറഞ്ഞു ന ഇതി. ഭാഗവതം പറഞ്ഞിട്ടില്ലേ ശ്രുതിഗീതയിൽ? ഞങ്ങൾക്ക് വർണ്ണിക്കാനേ സാധിക്കുള്ളൂ, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അനുഭവമില്ല അല്ലേ? അതേമാതിരി വേദം എന്താ പറയണേ? ന ഇതി. പരമാത്മാവിനെ പറ്റി ഒരുപാട് വർണ്ണിച്ചു. പക്ഷെ എന്നിട്ടും പറയണ എന്താ? ന ഇതി. ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇത് വർണ്ണിക്കാനറിയാം, പക്ഷേ ഇങ്ങനെ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയാൻ പറ്റുമോ? അതങ്ങനെയല്ല, അത് ഞങ്ങൾക്ക് പറ്റില്ല. അതേമാതിരി തന്നെയാണ് ആ ആത്മാവിനെയും അതിൻ്റെ ശക്തികളെ പറ്റി വർണ്ണിക്കാൻ പറ്റും. ഇത് നടത്താൻ സാധിക്കുന്നതുണ്ട്, ചെയ്യാൻ, സംസാരിപ്പിക്കണം, എല്ലാം കാര്യം ചെയ്യണം. പക്ഷെ ഇപ്രകാരമാണ് ഈ ആത്മാവ് എന്ന് പറയാൻ പറ്റില്ല. അത് കാരണം എന്താണ്? അചിന്യനാണ്. അയം, ഈ ജീവാത്മാവ് അവികാര്യനാണ്. വികാരങ്ങളൊന്നുമില്ല അവന്. ജീവാത്മാവിന് ഒരു വികാരങ്ങളും ഇല്ല. കാരണം വികാരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ, പരിണാമങ്ങൾ ഒന്നുമില്ല എന്നും പറയപ്പെടുന്നു. ഏവം ഉച്യതേ എന്ന് പറയപ്പെടുന്നു. തസ്മാദേനം ഏവം വിദിത്വ. തസ്മാത്, അത് കാരണം, ഏനം, ഇവനെ, ഈ ആത്മാവിനെ, ഏവം വിദിത്വ, ഇപ്രകാരം മനസ്സിലാക്കിയിട്ട്, അനുശോചിതും, നീ അനുശോചിക്കാൻ എന്താ ഇപ്പോൾ ഇവിടെ കാരണം? ന അർഹസി, ഇതിന് നീ അർഹനല്ല. ഇതിനു വേണ്ടി നീ അശോച്യാൻ എന്നെ ശോചസ്തെന്ന് ഭഗവാൻ ആദ്യേ പറഞ്ഞു. ശോചിക്കേണ്ട ആവശ്യമില്ല, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തവരെ പറ്റിയിട്ടാണ് ദുഃഖിക്കുന്നത്. വീണ്ടും ഭഗവാൻ അതാ പറയണത്, വിദിത്വ, നീ ഇതറിയണം. കാരണം ഈ ആത്മാവിനെ പറ്റിയിട്ട് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അതിന് യാതൊരു അർഹനും അല്ല നീ എന്നാണ് പറയണത്. ഇത് മനസ്സിലാക്കണം അർജുന എന്നാ ഭഗവാൻ പറഞ്ഞത്. കാരണം അത് കണ്ടതിനെ പറ്റിയിട്ട് അവൻ ശരീരം അവിടെ തന്നെ കിടക്കും. ഇതും ഭാഗവത്തിൽ നമുക്കൊരു കഥ കേൾക്കാം ഇല്ലേ? ഭാഗവത്തിലും ഇതിൻ്റെ ഒരു കഥ ഉണ്ട്. പിന്നെ ഒരു രാജാവ് യുദ്ധത്തിൽ മരിച്ചപ്പോൾ ബന്ധുക്കളും ഭാര്യമാരും ഒക്കെ ഇരുന്ന് കരയായിരുന്നു. അപ്പോൾ കുറേ നേരം കരഞ്ഞപ്പോൾ ഒരു കാടുമായുള്ള സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് യമധർമ്മ രാജാവ് വരികയാണ്. ഇതൊക്കെ നമ്മുടെ ഭാഗവത്തിലുണ്ട്. ഭാഗവതത്തിൻ്റെ തന്നെ കുറച്ച് മാറ്റിയിട്ട് ഭഗവാൻ നമ്മുടെ തത്വങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യമധർമ്മ രാജാവ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവരെന്ന് ചെന്ന് ഒന്ന് സമാധാനിപ്പിക്കാം, കാരണം കലിയുഗല്ലായിരുന്നേ. അപ്പോൾ സത്യയുഗത്തിൻ്റെയൊക്കെ സമയമാവും. അപ്പോൾ ആ സമയത്ത് യമധർമ്മ രാജാവ് ഒരു ചെറിയ കുട്ടിയുടെ രൂപം ധരിച്ചിട്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ കരയണം?
അപ്പോൾ പറഞ്ഞു, ഞാൻ ഭാര്യമാരൊക്കെ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ ഭർത്താവായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ് ഭർത്താവാണ്, ഇതാ കിടക്കണ്ടല്ലോ ശരീരം, അപ്പം എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ കരയണു? ഇതാ ശരീരം, എന്താ ശരീരം. അപ്പോൾ പറഞ്ഞു, ശരീരം ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഞങ്ങളോടൊന്നും മിണ്ടണില്ല. അപ്പോൾ പറഞ്ഞു, അതെന്തേ? പറഞ്ഞു, ഇപ്പം അദ്ദേഹത്തിന് ജീവനില്ല. ജീവനില്ല വെച്ചപ്പോൾ ജീവൻ എങ്ങനെ? ജീവൻ എങ്ങനെ? പറഞ്ഞു, ഞങ്ങൾ ജീവനെ കണ്ടിട്ടില്ല. അപ്പം കണ്ട കാര്യത്തിനെ പറ്റി ഇതാ അവിടെ കിടക്കണം, അതിന് നിങ്ങൾക്ക് സങ്കടമില്ല, അത് നിങ്ങൾക്ക് വേണ്ട. അപ്പം കാണാത്തതിനെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്രയും കരയണത്. അപ്പം ഇതിലെന്താ അർത്ഥമുള്ളത്? പിന്നെ കുറേ തത്വങ്ങൾ, അത് ആവശ്യമുള്ളവരൊക്കെ കേൾക്കണമെന്ന് ആവശ്യമുള്ളവർ നമ്മുടെ ഭാഗവതം എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ മതി. അതിലുണ്ടത് എല്ലാ കഥകളും വേണ്ടത്ര ഉണ്ട്. അപ്പം കണ്ടതിനെ കണ്ടത് ഏത് ദൃഷ്ടം തത് നഷ്ടം അല്ലേ? ദൃഷ്ടമായത് നഷ്ടമാവും തീർച്ചയായിട്ടും, പക്ഷെ ദൃഷ്ടമല്ലാത്തതോ അത് നഷ്ടമാവില്ല. അദൃശ്യനാണ് ഈ ആത്മാവ്, അചിന്ത്യനാണ്. കാരണം ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അതീതനാണ്. സങ്കല്പിക്കാൻ പറ്റില്ല ഈ ആത്മാവിനെ പറ്റിയിട്ട്. ഇത് പരിണാമവും വരാത്തവനാണ്, അവികാരോയം. ഇതിന് വികാരങ്ങളില്ല, മാറ്റങ്ങളില്ലാത്തവനാണ് ഈ ആത്മാവ്. ഇതറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഈ ശരീരങ്ങളെ പറ്റി ദുഃഖിക്കുന്നത്? അതിൻ്റെ നീ അർഹനല്ലല്ലോ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയണത്. അതാ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാഭിത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അധയേനം നിത്യജാതം, അഥവാ ഇനിയിപ്പോൾ ജനിക്കുന്നുണ്ട്, ആത്മാവ് ജനിക്കണ തന്നെയാണെന്ന് നീ വിചാരിച്ചു. അഥവാ ഏനം ഈ ആത്മാവിനെ നിത്യജാതം, അവൻ ജനിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് എന്ന് നീ അങ്ങോട്ട് സങ്കല്പിക്കുകയാണെങ്കിലും അപ്പോഴും നിനക്ക് വിലപിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? നിത്യം മൃതം വാ മന്യസേ, ജനിച്ചവർക്ക് മരണം ഉണ്ടാവും, അത് ഉറപ്പല്ലേ? ജനിച്ചവർ മരിക്കാണ്ട് ഇവിടെ എന്നും ജീവിക്കില്ല, ജനിച്ചാൽ മരിക്കും, അത് ഉറപ്പാണ്. അപ്പം എന്നും ജനിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ പ്രക്രിയയാണ്, മരിക്കും ചെയ്യും. അപ്പം നിത്യം മൃതം വാ, എന്നും മരിക്കുന്നവനാണ് ഈ ആത്മാവ് എന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ, മന്യസേ നീ വിചാരിക്കുകയാണെങ്കിൽ, തഥാപി മഹാബാഹോ ഏനം ശോചിതും നാർഹസി, അങ്ങനെ നീ വിചാരിക്കണ്ടെങ്കിലും അല്ലയോ മഹാബാഹുവായിട്ടുള്ള അർജുന. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, അർജുന നീ സാധാരണക്കാരനല്ല, നീ മഹാബാഹുവാണ്, നീ പരന്തപനാണ് എന്നൊക്കെ. അപ്പം മഹാബാഹുവായിട്ടുള്ള അർജുന, ഏനം ശോചിതും നാർഹസി, കാരണം അപ്പോഴും നീ ഇവനെ പ്രതി, ഈ ആത്മാവിനെ പ്രതി ശോചിക്കണത്, ദുഃഖിക്കണത് ശരിയല്ല, നീ അതിന് അർഹനല്ല. കാരണം ജനിച്ചാൽ നാശം എന്നുള്ളത് സത്യാവസ്ഥയല്ലേ? അത് ഒന്ന് പ്രകടമായിട്ടുണ്ടെങ്കിൽ അത് നശിക്കും, ഏതെങ്കിലും ഒരു ദിവസം അതിന് നശിച്ചേ പറ്റൂ. പിന്നെ അപ്പം അതിന് കരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയണത്. അതിന് ഭഗവാൻ അടുത്ത ശ്ലോകം ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. ജാതസ്യ ഹി ധ്രുവോർ മൃത്യു, ജാതസ്യ ജനിച്ചവർക്ക് ധ്രുവമാണ് എന്ത്? മരണം. ധ്രുവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇളക്കില്ലാത്തത്, നിശ്ചയിക്കപ്പെട്ടത്, നിശ്ചയം. ധ്രുവം എന്ന് പറഞ്ഞാൽ അത് നിശ്ചയിച്ചതാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരണം നിശ്ചിതമാണ്. മൃതസ്യ മരിച്ചവനോ ജന്മജ ധ്രുവം, ജന്മെടുക്കലും ധ്രുവമാണ്. അപ്പം മരിച്ചവർക്ക് ജനിക്കലും നിശ്ചിതപ്പെട്ടതാണ്. അപ്പം പിന്നെ മോക്ഷം കിട്ടാനുള്ളവർ മരിക്കല്ലോ ചെയ്യണത്, അവർ മോക്ഷപ്രാപ്തിക്ക് പോകാം. അവർ മരിക്കണു, ഞാൻ മരിക്കുന്നല്ല പരീക്ഷിത്ത് പറഞ്ഞു ഞാൻ മുക്തനാണ്, ഞാൻ നിത്യനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് പോയത് അല്ലേ, പിന്നെ തിരിച്ചു വന്നില്ല. അപ്പം മരിച്ചവന് ജന്മെടുക്കലും ധ്രുവമാണ്, നിശ്ചിതമാണ്. തസ്മാത് അപരിഹാര്യാർത്ഥേ, അതുകൊണ്ട് അപരിഹാര്യമായിട്ടുള്ളത്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അർത്ഥേ ത്വം ശോചിതു. ആ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യത്തില് നീ ശോചിക്കണത് എന്തിനാ? നാർഹസി, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കും എന്നുള്ളത് ഒരു നിയമമാണ്, നിശ്ചയിക്കപ്പെട്ട ഒരു ലോകം മുഴുവൻ നടക്കണ ഒരു
നിയമമാണത്, ഒരു നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ അതിനെ പറ്റിയിട്ട് നീ ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നീ അതിന് അർഹനല്ല എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയണത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഇനി ആ ഒരു ബിന്ദുവിനെ പറ്റിയിട്ട് ഭഗവാൻ കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് പറയുകയാണ്. അവ്യക്താദീനി ഭൂതാനി, അവ്യക്തമായിരുന്നു ഹേ ഭാരത, ഹേ ഭരതവംശിയായിട്ടുള്ള അർജുന, ഈ ഭൂതങ്ങളെല്ലാം. ഈ ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഭൂതങ്ങളാണ്. ഭൂതം, പഞ്ചഭൂതങ്ങളെ കൊണ്ട് എന്തെല്ലാം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടോ, ഭൂതം എന്ന് പറഞ്ഞിട്ട് തന്നെ ഭവിച്ചത്, ഇവിടെ പ്രകടമായത്, അതെല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ഈ ഭൂതാനി, എല്ലാ സൃഷ്ടികളെയും ഭൂതാനി. അവ്യക്താദീനി, ഇതെല്ലാം അവ്യക്തമായിരുന്നു ആദിയിൽ. ഇവിടെ ആദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ ഒന്നുമില്ലായിരുന്നു, അല്ലേ? ഒന്നുമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാം എന്നാ ഇരുട്ടുണ്ടായിരുന്നു, ഇരുട്ടുണ്ടായിരുന്നില്ല, വെളിച്ചം ഉണ്ടായിരുന്നില്ല. എങ്ങനെയായിരുന്നു അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. കാരണം അന്ന് ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നാരായണീയം ശ്രദ്ധിച്ചവർ കേട്ടവർക്ക് അല്ലെങ്കിൽ ഭാഗവതം കേട്ടവർക്ക് നന്നായി അറിയാം അത്. അഥവാ നീ കേട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അത് കേൾക്കും, പഠിക്കും, മനസ്സിലാവും. അപ്പം അവ്യക്തമായിരുന്നു അന്ന് പ്രളയ സമയത്ത്. ഒന്നും ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടായിരുന്നില്ല, ഒരു ജീവാത്മാവും ഉണ്ടായിരുന്നില്ല, ഒരു പഞ്ചഭൂതങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ പഞ്ചഭൂതങ്ങളുടെയും ജീവാത്മാക്കളുടെയും കൂടിയുള്ള ഒരു കളിയാണ് ഈ ജന്മമരണങ്ങളൊക്കെ, അല്ലേ? അപ്പം അവ്യക്തമായിരുന്നു അന്നെല്ലാം. പിന്നെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിലത്തെ ശരീരം വിട്ട് കഴിഞ്ഞു, ഓക്കെ? അത് കഴിഞ്ഞിട്ട് പുതിയ ഒരു ശരീരം കിട്ടുന്നവരേക്ക് ആ സമയത്ത് ഈ ആത്മാവ് എവിടെയിരുന്നു? അവ്യക്തമല്ലായിരുന്നു. അത് എത്ര കാലത്തിന് ശേഷം ഒരു ജീവൻ കിട്ടി, അല്ലെങ്കിൽ ഒരു ശരീരം കിട്ടി, ആ ജീവനെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഓർമ്മയില്ലേ? അപ്പം നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ മരണം സംഭവിച്ചിട്ട് ആ ശരീരത്തിനെ വിട്ടിട്ട് ആത്മാവ് എത്ര കാലം യാത്ര ചെയ്തു, എവിടെയൊക്കെ യാത്ര ചെയ്തു, ഇതാർക്കും അറിയില്ല. ഇനിയിപ്പോൾ മധ്യത്തിൽ നമ്മളിങ്ങനെ ഇവിടെ കാണപ്പെടുന്നുണ്ട്, അല്ലേ? കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞു. ഈ ശരീരത്തിനെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എത്രയെങ്കിലും കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം ഇതിനെ ത്യജിക്കും ഈ ആത്മാവ്, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീർണമായതിനെ അത് ത്യജിക്കും. അതിന് യാതൊരു സ്നേഹവും കാണില്ല ആ ജീർണമായ ശരീരത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കാൻ. അപ്പം ഇതിനെ ത്യജിക്കുമ്പോൾ അത് വേറൊരു ശരീരപ്രാപ്തി കിട്ടുന്നവരെവിടെ? നമ്മുടെ ഒരു മരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ ശരീരത്തിനെ വിട്ടിട്ട് ആത്മാവ് പുറത്തു വരുന്നത് ആരും കാണുന്നില്ലല്ലോ. റൂം അടച്ചിട്ടിട്ടുണ്ടാവും, വലിയ വലിയ ഹോസ്പിറ്റലുകളിലും കൂടെ നമുക്കറിയാം, അല്ലേ? അവിടെയും കൂടി ആർക്കും കാണാൻ കിട്ടണില്ല. അപ്പം എവിടെ പോയി? എവിടെയിരുന്നു ഈ അത് അവ്യക്തമാണല്ലോ. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിൽ. പിന്നെ സൃഷ്ടി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അതിൻ്റെ ശരീരം കിട്ടണു, അതിന് പ്രകടമാവണം. അപ്പം അവ്യക്തമായിട്ടുള്ള ഒരു ആദി എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തോടു കൂടെയും മധ്യത്തിൽ അത് വ്യക്തമാവണം. ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മളുണ്ട്, നമ്മൾ കൈ അനക്കണു, കാലനക്കണു, സംസാരിക്കണു, നടക്കണു, അത് ചെയ്യണു, അല്ലേ? അപ്പം നമ്മൾ വ്യക്തമാവണം. നമുക്ക് ശരീരം ഉണ്ട്, അത് കാരണം നമ്മൾ വ്യക്തമാണ്. അവ്യക്ത നിധനാനി, നമ്മുടെ നിധനം നടന്നാൽ, നമ്മുടെ അന്ത്യം വന്നാൽ വീണ്ടും നമ്മൾ അവ്യക്തരാവും, അല്ലേ? ഈ ശരീരത്തിൻ്റെ പേരാണത്. ഈ ആത്മാവിന് പേരില്ല, പേരോ നാളോ ഒന്നും ഈ ആത്മാവിനില്ല, ശരീരത്തിനുണ്ട്. അപ്പം ആ ശരീരത്തിൻ്റെ അവസാനത്തോടു കൂടെ അത് വീണ്ടും അവ്യക്തമാവണു. ഏവ തത്ര കാ പരിദേവന. ഏവ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിലപിക്കണത്, പരിദേവനം ചെയ്യണത്? ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ആവശ്യമില്ലല്ലോ അർജുന എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ, ഇവിടെ സൃഷ്ടിയുടെ ആരംഭമായിരിക്കാം, അല്ലെങ്കിൽ ആ ജന്മം, ആ ശരീരം പ്രാപ്തി ചെയ്യണതിൻ്റെ മുമ്പേ ആയിരിക്കാം. ആ സമയത്ത് അത് അവ്യക്തമായിരുന്നു. അത് കഴിഞ്ഞു അതിനൊരു ശരീരപ്രാപ്തി ഉണ്ടായി, അപ്പം അത് വ്യക്തമായി. പിന്നെയും ആ ശരീരത്തിനെ അത് ത്യജിക്കണു, അപ്പോൾ അത് വീണ്ടും അവ്യക്തമാവണു. പിന്നെ ഇതൊരു നിയമമാണ്, പ്രകൃതി നിയമമാണ്. പിന്നെ അതിൽ നീ ഇങ്ങനെ വിലപിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പം ഈ ആത്മാവിനെ പറ്റിയിട്ട് പലർക്കും പല അനുഭൂതികളാണ്. ചിലരതിനെ ആശ്ചര്യപ്പെടും, ചിലരതിനെ പറ്റിയിട്ട് ചിന്തനം ചെയ്യും. അപ്പം അതാണ് ഭഗവാൻ ഇനി പറയണ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം
ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത് കശ്ചിത് ഏനം ആശ്ചര്യവത് പശ്യതി. കശ്ചിത് ചിലരെന്താ ചെയ്യുക, ഇതിനെ ഈ ഏനം ഇവനെ ഈ ആത്മാവിനെ ആശ്ചര്യവത് പശ്യതി, ഇതിനെ ആശ്ചര്യപൂർവ്വം കാണുന്നു. ആലോചിച്ച വളരെ ആശ്ചര്യമുള്ള ഒരു കാര്യമല്ലേ. ആലോചിക്കണില്ല നമ്മളൊന്നും, ഇതാണ് വലിയ ആശ്ചര്യം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിലും വലിയൊരു ആശ്ചര്യമാണ്. അപ്പം നമ്മുടെ ജീവനെ ആത്മാവിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ആശ്ചര്യം തോന്നും. ഇത്ര വലിയ ആന അല്ലേ, ഇത്ര വലിയ ആന തിമിംഗലമൊക്കെ ഇത്ര പറയപ്പെട്ട ചെറിയൊരു ജീവാണുവിൻ്റെ അത്രയും ഇല്ല, എത്രയോ ചെറിയൊരു അണുവാണ്. അത്രയും ഉള്ള ഒരു ആത്മാവ് ഇത്ര വലിയ ആനയെ പ്രവർത്തിപ്പിക്കണം. അപ്പം അതൊരു ആശ്ചര്യം തന്നെയല്ലേ. അത് അങ്ങനെ അവർ വിചാരിക്കണു. തഥായേവ അന്യ ആശ്ചര്യവത് വദതി. അപ്പം പിന്നെ ഒരു കൂട്ടര് ഇതിനെ ചിന്തനം ചെയ്യണം. ചിലർ കാണണേ ഇല്ല, ചിലരതിനെ ആശ്ചര്യപൂർവ്വം കാണുന്നു, ചിലരതിനെ ആശ്ചര്യപൂർവ്വം ചിന്തിച്ചിട്ട് അതിനെപ്പറ്റി പറയണു. എപ്രകാരം ചിലരൊക്കെ ഇതിനെ ആശ്ചര്യം എന്ന പോലെ പറയണു. എന്തൊരു ആശ്ചര്യ അല്ലേ എന്ന് പറയണു. അന്യ ഏനം എന്ന് പറഞ്ഞാൽ ഇവന് അന്യരായവർ ചിലരൊക്കെ ഈ ആത്മാവിനെ ആശ്ചര്യവത് ശൃണോതി, അങ്ങനെയാണോ എന്ന് കേൾക്കണം. അപ്പോൾ ആശ്ചര്യപൂർവ്വം കണ്ടോര് അതിനെ ചിന്തനം ചെയ്തിട്ട് ആശ്ചര്യപൂർവ്വം പറയണു. കേൾക്കുമ്പോൾ വയറുള്ളവർ ആശ്ചര്യപൂർവ്വം അതിനെ ശ്രവിക്കണു, അതിനെ കേൾക്കണു. ശ്രുത്വാഭി, അത് കേട്ടാൽ തന്നെയും ആശ്ചര്യച്ച ന വേദയേവ, ഇതൊക്കെ ആയിട്ടും കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും. വീണ്ടും ഇതിനെ മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട്. ചിലരതിനെ മനസ്സിലാക്കണു, ചിലരതിനെ മനസ്സിലാക്കി ചിന്തനം ചെയ്തിട്ട് അതിനെപ്പറ്റി പറയണു, ചിലരതിനെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണു. ഇത്രയൊക്കെ ആയിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാത്തവരുണ്ട്, അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാത്തവരും ഉണ്ട് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കണ ഒന്നാണ്. ചിലരെ അതിശയിപ്പിക്കണ ഒന്ന് തന്നെയല്ലേ. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ ആളെ കാണാനില്ല, നമ്മൾ കേൾക്കാറുള്ളതല്ലേ. അപ്പം അത് ആശ്ചര്യം തന്നെ, എന്താ അതൊരു ആശ്ചര്യം തന്നെയല്ലേ എന്ന് പറയും അല്ലേ. അതേമാതിരി അതിനെ അപ്പം കേൾക്കണവർ ആശ്ചര്യപൂർവ്വം കേൾക്കും, എന്നിട്ടോ പിന്നെ മറക്കുകയും ചെയ്യും. അതിനാണ് പറയുക, ആ താൽക്കാലം കഴിയുമോ, മനുഷ്യൻ്റെ ജീവിതമൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ, എന്താ ഉള്ളതിൽ, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയും. അപ്പോൾ എന്നിട്ട് കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞാലും വീണ്ടും പഴയ സ്വഭാവത്തിലെത്തും. അപ്പം അതിനെന്താ പറയുക, ശ്മശാന വൈരാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആത്മാവിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ പറ്റിയിട്ടൊക്കെ കേൾക്കുമ്പോൾ താൽക്കാലികമായിട്ട് അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ പറയും. വലിയൊരു ആശ്ചര്യവും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എന്നൊക്കെ പിന്നെ വലിയ ആണത്. കാരണം കുറച്ച് കഴിഞ്ഞാലോ പഴയ മാതിരി തന്നെയോ. അപ്പം അതാണ് ശ്മശാന വൈരാഗ്യം. ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒരു വൈരാഗ്യം ഉള്ളിൽ വരും. രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും. ജീവിതമൊക്കെ എന്താ അത്രയേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴെല്ലാം മറക്കും, വീണ്ടും ഈ വിഷയങ്ങളിലേക്ക് എന്നെ എടുത്ത് ചാടും. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ ഭരതവർഷി, ഭരതവംശി, ഭഗവാൻ വീണ്ടും അർജുനനെ എന്താ പറയണത്, നീ ഭരതവംശനാണ്. ഭരതൻ ആരായിരുന്നു അല്ലേ, അത്രയും നിർമോഹിയായിരുന്നു ഭരതൻ. സ്വന്തം പുത്രന്മാരൊന്നും തൻ്റെ രാജ്യാധികാരത്തിന് പ്രാപ്തരല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ ത്യജിച്ചു. അവരെ ത്യജിച്ചപ്പോൾ അവരൊന്നും തൻ്റെ മാതിരിയുള്ള അല്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാതാക്കന്മാരൊക്കെ ആ പുത്രന്മാരെ വധിച്ചു അത്രേ. അവർക്കൊക്കെ വിഷം കൊടുത്ത് കൊന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും അന്യ ഒരു പ്രജയാണ് അത്ര രാജാവായിട്ട് ഈ ഭരതൻ സ്വീകരിച്ചത്. അപ്പം ആ വംശത്തിൽ തേണം നീ, കാരണം നിനക്ക് നിർമോഹിയാവണം, നീ വൈരാഗ്യമുള്ള ജീവിതമാവണം നിൻ്റെ എന്നാണ് പറയണത്. ഒന്നിനോട് നിനക്ക് മോഹം പാടില്ല, ഒന്നിനോട് നിനക്ക് ആസക്തി പാടില്ല, നീ ഭരതവംശിയാണ്. സർവസ്യദേഹേ അയാദേഹി നിത്യം അവധ്യ. സർവസ്യദേഹേ, എല്ലാവരുടെ ശരീരത്തിലും, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിലല്ല, എല്ലാറ്റിൻ്റെ ശരീരത്തിലുമുള്ള ഈ ദേഹി, ഈ ആത്മാവ് നിത്യം അവധ്യ, ഇത് എന്നും
എന്നും അവധ്യനാണ്. ഇതിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല, വധിക്കപ്പെടാത്തവനാണ്. ഇവനെ വധിക്കാൻ ആർക്കും കഴിയില്ല. തസ്മാ സർവാണി ഭൂതാനി, അത് കാരണം ഇതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും ത്വം ശോചിതു നാർഹസി, അപ്പം നീ ഒന്നിനെ പറ്റിയിട്ടും നീ ദുഃഖിക്കാൻ അർഹനല്ല. കാരണം ആത്മാവ് അവധ്യൻ ആണ്. പിന്നെ ഈ ശരീരമാണെങ്കിൽ ഇത് ജീർണിക്കുന്നതാണ്. അപ്പം ഇത് ആത്മാവിനെ പറ്റി ദുഃഖിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ആത്മാവും ഒരേ മാതിരിയല്ലേ? എല്ലാ ആത്മാവും ഒരേ മാതിരിയാണ്. അപ്പം നീ ആരുടെ ആത്മാവിനെ പറ്റിയൊക്കെ നീ ദുഃഖിക്കാൻ പോണത്? അപ്പം ആരുടെ ആത്മാവിനെ പറ്റിയിട്ട് നീ ദുഃഖിക്കാൻ അർഹനല്ല. അതിനാൽ അർജുന, അനശ്വരനായിട്ടുള്ള ഈ ദേഹിയെ പറ്റിയിട്ട് നീ ദുഃഖിക്കാൻ അർഹനല്ല. പിന്നെ ഈ നശ്വരമായ ശരീരത്തിനെ പറ്റിയിട്ട് നീ ദുഃഖിക്കാൻ അർഹനല്ല. ഇതെന്തിനാ നീ ഇങ്ങനെ ദുഃഖിക്കണേ എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയണത്. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധാശ്രേയോന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മം അവേക്ഷ്യ, സ്വധർമ്മത്തിന് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട് അല്ലേ? ഒരു ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്, ക്ഷത്രിയന് ക്ഷത്രിയതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്, വൈശ്യന് വൈശ്യൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. അതുമാതിരി ഒരു ശൂദ്രൻ അല്ലെങ്കിൽ ഒരു അന്ത്യജൻ അല്ലെങ്കിൽ ചോട്ടാഭായി എന്ന് പറയുന്നത് ചെറിയ അനിയൻ, കുഞ്ഞനിയൻ, അപ്പം അവൻ്റേതായിട്ടുള്ള ഒരു ധർമ്മമുണ്ട്. അപ്പം അവർക്ക് ചെയ്യേണ്ടത് ഓരോ ധർമ്മങ്ങളുണ്ട്. ഒരു സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട്, സ്ത്രീധർമ്മം. ഇതിനെയൊക്കെ ഭഗവത് മഹാഭാരതത്തിൽ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട് ഭീഷ്മ പിതാമഹൻ. അപ്പം ഓരോ വിഭാഗക്കാരുടെയും ഭഗവാൻ ഭക്തന്മാരുടെ എന്തൊക്കെ ധർമ്മമുണ്ട്. അപ്പം അപേക്ഷജ അങ്ങനെയൊക്കെ നോക്കിയിട്ടും സ്വന്തം ധർമ്മത്തിനെ നോക്കിയിട്ടും വികമ്പിതും വികമ്പിതും, ഒട്ടും തന്നെ നിനക്ക് കുലുങ്ങാൻ പാടില്ല. അർഹതി. അപ്പം നിന്റെ ധർമ്മം എന്താണ്? നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ്? എവിടെ ക്ഷതി കാണുന്നു, സമുദായത്തിൽ എവിടെ ഒരു ക്ഷതി കാണുന്നു, അധർമ്മം കാണുന്നു, അപ്പം അതിനെ നിർമൂലനം ചെയ്യലാണ് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം. അപ്പം ആ ക്ഷത്രിയനെ രാജാവാക്കി വെക്കുന്നത് തന്നെ എന്തിനാണ്? ക്ഷത്രിയ സ്വഭാവമുള്ളവർക്ക് കുറച്ച് രജോ ഗുണം ധാരാളം ഉണ്ടാവും. അപ്പം എവിടെയാണോ സമുദായത്തിൽ ക്ഷതികൾ പറഞ്ഞാൽ അധർമ്മം വളർന്നു വരുന്നത്, അവിടെ ഉടനെ അവരെ അടിച്ചമർത്തണം. അപ്പം അത് എൻ്റെ ധർമ്മമാണ്. ഇവിടെ ഇതെല്ലാം വന്ന ആത്യത്തായികളാണ്, ഇവരെല്ലാവരും യുദ്ധത്തിന് വേണ്ടി വന്നവരാണ്, ഇവരെല്ലാം അധർമ്മികളാണ്. അപ്പം അവരെ നീതിയുടെ അടിയിൽ കൊണ്ടുവരേണ്ടത് എൻ്റെ ജോലിയാണ്. അപ്പം എന്തെന്നാൽ നിശ്ചയമായിട്ടും എന്ത് വേണം? ധർമ്മ്യാ യുദ്ധാത് ക്ഷത്രിയസ്യ അന്യ ശ്രേയ ന വിദ്യതേ. ഒരു ക്ഷത്രിയന് ധാർമ്മികമായിട്ടുള്ള യുദ്ധത്തിനേക്കാളും ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു യുദ്ധത്തിനേക്കാളും മികച്ചതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ നല്ലതായിട്ട് വേറെ ശ്രേയസ് കൊടുക്കണ വേറെ ഒന്നും തന്നെ ഇല്ല. നീ സന്യാസിയാവുന്നൊക്കെ പറയുന്നുണ്ട്. സന്യാസിയായിട്ട് എന്താ നിനക്ക് ഗുണം? അത് എൻ്റെ ധർമ്മമേ അല്ല. കാരണം സന്യാസിയാവാനുള്ള സ്വഭാവമേ അല്ല നിൻ്റെ. അപ്പം നീ സന്യാസിയായിട്ടുള്ള നിനക്ക് ശ്രേയസ് കിട്ടാൻ പോണില്ല. ഇതിൽ നല്ലൊരു ധർമ്മത്തിൽ അടിയുറച്ച ഒരു യുദ്ധം വേറെ ഇനി കിട്ടാൻ പോണില്ല. അത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ഇനി ഉണ്ടാവില്ല അത്രയും ധർമ്മത്തിൽ കാരണം അന്ന് എന്താണ്? അന്ന് ഭഗവാൻ ഉണ്ട് അവിടെ. ഭഗവാനാണ് ആ യുദ്ധത്തിൻ്റെ എല്ലാ കൊണ്ട് നടക്കുന്നത് അല്ലേ? അപ്പോൾ ഭഗവാൻ അവിടെ ഉള്ളപ്പോൾ അവിടെ ഒരു അധർമ്മം നടക്കാൻ സാധ്യമല്ല. അഭിമന്യുവിനെ അവിടെ വധിക്കുമ്പോൾ അധർമ്മത്തിലായിരുന്നു. എന്തുകൊണ്ട് വധിച്ചു? ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് അഭിമന്യുവിനെ അവർക്ക് വധിക്കാൻ സാധിച്ചു. ഭഗവാൻ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും സാധ്യമല്ല. അതുമാതിരി അപ്പം ഭഗവാൻ അവിടെ ഉള്ള കാരണം കൊണ്ട് ഈ യുദ്ധം വളരെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപ്പം അതാണ് ശ്രേയസ്സും കൊടുക്കുള്ളൂ. എന്തും ധർമ്മത്തിൽ അടിസ്ഥാനപ്പെട്ടതാണോ അത് മാത്രമേ ശ്രേയസ് കൊടുക്കുള്ളൂ. ധർമ്മത്തിന് വിപരീതമായ ഒന്നും താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ശ്രേയസ് അല്ലെങ്കിൽ ഗുണം കൊടുക്കുന്നല്ലാണ്ട് നിരന്തരമായിട്ടുള്ള ഗുണം ഒരിക്കലും ഒരു അധർമ്മത്തിൽ നിന്ന് കിട്ടാൻ പോണില്ല. താൽക്കാലികമായിട്ട് ഒരു കഷ്ടത അനുഭവിച്ചു എന്ന് വരും. ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിലും ധർമ്മത്തിലും ഒക്കെ അടിയുറച്ച് നിൽക്കുമ്പോൾ താൽക്കാലികമായിട്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ വന്നു എന്ന് വരും കേട്ടോ. ചീത്തപ്പേര് കേട്ടു എന്ന് വരും, നഷ്ടങ്ങൾ വന്നു എന്ന് വരും, അല്ലെങ്കിൽ പല ഇതുണ്ടാവും, കഷ്ടങ്ങളുണ്ടാവും.
പക്ഷേ എന്നൊക്കെയോ ആയിട്ടുള്ളത് ഉണ്ടാവില്ലേ, അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാറിപ്പോവും. അപ്പം ആ സത്യമായാലും ധർമ്മമായാലും അത് പുറത്തേക്ക് സൂര്യൻ എങ്ങനെയാണോ മഴക്കാലത്ത് പുറത്ത് വരുന്നത് അതുമാതിരി പുറത്ത് വരും. പക്ഷേ അധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ഇതിന് എന്നേക്കും നിലനിൽപ്പില്ല. ഒന്നല്ലെങ്കിൽ ഒരു ദിവസം ആ അധർമ്മം വളർന്ന് അതിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പം ഇതിലും നല്ല ഒരു യുദ്ധം ഇനി ഉണ്ടാവാൻ പോണില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും ധർമ്മത്തിൽ അടിയുറച്ചിട്ടാണ് എന്നാണ് ഭഗവാൻ പറയണത്. അതിനാൽ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ ധർമ്മം അനുവദിക്കണ ഈ യുദ്ധത്തിനേക്കാൾ ഉത്തമമായിട്ടൊരു യുദ്ധം അഥവാ ഒരു കർമ്മം നിനക്കിനി ചെയ്യാനില്ല. സന്യാസമെന്നും എന്നുള്ള കർമ്മമൊന്നും ഇതിൻ്റെ മുമ്പിൽ നിനക്ക് ശ്രേയസ് തരാൻ പറ്റിയതല്ല. അതിനാൽ നിന്റെ വൈമുഖ്യമൊക്കെ വിട്ടിട്ട് നീ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം അർജുന എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഈ യുദ്ധം പെട്ടെന്ന് കിട്ടുന്നതാണോ? അങ്ങനത്തെ ഒരു യുദ്ധം കിട്ടില്ല, പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പം അതാ ഭഗവാൻ ഇനി പറയണത്. യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖീ നക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഹേ പാർത്ഥ, നീ പൃഥയുടെ മകനാണ് നീ. ജീവിതം മുഴുവന് അഗ്നി പരീക്ഷകൾ സഹിച്ചവളാണ് പൃഥ. ആ പൃഥയുടെ പുത്രനാണ് നീ. എന്നിട്ട് നീ ഇങ്ങനെ ഒരു ഭീരുവിനെ മാതിരിയാണോ നീ ഇത്ര പെരുമാറുന്നത്? കാരണം ആ ദൂതന് ചെന്നപ്പോൾ ഭഗവാന്റെ അടുത്ത് പൃഥ അഥവാ കുന്തി ദേവി ഒരു കാര്യം പറയണ്ടായി. ഇത്രേ എൻ്റെ മക്കളോട് പറയണം, അവരെ ജന്മം കൊടുത്ത് അവരെ വളർത്തിയത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഒരു അമ്മ പറഞ്ഞതാണ് 5 മക്കളെ, അതിലത്തെ 3 മക്കളെ സ്വയം ജന്മം കൊടുത്താണ്. പക്ഷെ 5 മക്കളെ ഒരേമാതിരി സ്നേഹിച്ചിരുന്നു പൃഥ, കുന്തി ദേവി. അപ്പം പറഞ്ഞത് ഈ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് ഈ ഏത് ക്ഷത്രാണി ആഗ്രഹിക്കുന്നതിനാണ്. എന്തിനാണ്? ഇപ്പോൾ ഈ അധർമ്മികളെ അടിച്ചമർത്തൽ, അധർമ്മത്തിൽ സമ്പത്ത് മുഴുവനെ സമ്പത്ത് കിട്ടോ കിട്ടില്ല അതൊന്നും, പക്ഷെ അധർമ്മികളെ അവരെ നീതിക്ക് താഴെ കൊണ്ടുവരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് കാരണം ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കൃഷ്ണ എന്ന് അത്രേ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു അമ്മയുടെ പുത്രനാണ് നീയ് അല്ലയോ പാർത്ഥ. എതിർച്ഛയാ ച ഉപപന്നം, എതിർച്ഛയിൽ വന്നതാണ് ഈ യുദ്ധം. അല്ലെ ആരും മുൻകൂട്ടി ഒരു പ്രോഗ്രാം ചെയ്തുണ്ടാക്കിയ യുദ്ധമൊന്നും അല്ല അത് ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്നത്. പക്ഷെ അത് ഉപപന്നമായി, അത് തന്നെത്താനെ വന്നു, എതിർച്ചയായിട്ട് വന്നു. അപാവൃതം സ്വർഗദ്വാരം. ഇതോ അപ്പം എവിടേക്കാ അത് കൊണ്ടുപോവുക? സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോവുക. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു തരും ഈ യുദ്ധം. ആ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിക്കുകയാണെങ്കിൽ വീരസ്വർഗം കിട്ടും. അല്ല ജയിക്കുകയാണെങ്കിലോ സ്വർഗത്തിനെ മാതിരിയുള്ള ഇന്ദ്രപ്രസ്ഥം, ഹസ്തിനാപുരം കിട്ടും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വാതിലായിട്ടുള്ള ഈ ദൃശ്യം യുദ്ധം, ഇത്തരത്തിലുള്ള യുദ്ധം സുഖിന ക്ഷത്രിയ ലഭന്തേ, നല്ല സുഖികളായിട്ടുള്ള, സുഖി എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗ്യശാലികളായ ക്ഷത്രിയർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം കിട്ടുകയുള്ളൂ. സാക്ഷാൽ ഭഗവാൻ അവിടെ ഉണ്ട് അല്ലേ? അങ്ങനത്തെ ഒരു യുദ്ധം വേറെ പിന്നെ എപ്പോഴാണ് ഉണ്ടാവില്ല. ഒരു ഭാഗ്യശാലികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള യുദ്ധം കിട്ടുള്ളൂ. അത് കാരണം നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പം യദൃച്ഛയായിട്ടതുപോലൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാര് അവർ സന്തുഷ്ടരാണ്, അവർ ഭാഗ്യശാലികളാണ്, സന്തുഷ്ടരുമാണ്. അപ്പം എന്തെന്നാൽ അവർക്ക് വേണ്ടിയിട്ട് സ്വർഗ കവാടം തുറന്നു വെക്കുകയാണ്. അവർക്ക് ആ 2 തരത്തിൽ നോക്കിയാലും അവർക്ക് സ്വർഗമാണ്. മരിച്ചാൽ വീരസ്വർഗം, ജയിച്ചാൽ ഭൂമിയിലെ സ്വർഗം മാതിരിയുള്ള ആ രാജാവ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും അവർക്ക്. അത് 2 തരത്തിലായാലും ആ ക്ഷത്രിയൻ വളരെ ലാഭത്തിലാണ്. സ്വർഗത്തിൻ്റെ വാതിലാണ് അവർക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നത് എന്നാണ് ഭഗവാൻ പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ.